2025 ചാനൽ സൂപ്പർ ലീഗിൻ്റെ ആദ്യ എപ്പിസോഡിലേക്ക് സ്വാഗതം. 2025 ആദ്യ എപ്പിസോഡ് എന്ന് പറയുമ്പോൾ ആ വീക്കിൻ്റെ വീക്ക് വണ്ണിൻ്റെ റേറ്റിംഗ് വിശകലനം ചെയ്യുകയാണ്. ഓൾറെഡി 2020 വീക്ക് 1 എന്നുള്ളത് ഡിസംബറിലും ജനുവരിയിലും കൂടി ചേർന്നിട്ടുള്ളൊരു വീക്കാണ് വീക്ക് 1 ആയിട്ട് വന്നത്. എങ്കിൽ പോലും നമ്മളതാണ് ഇക്കൊല്ലത്തെ ആദ്യത്തെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട് എടുക്കുന്നത്. പ്രത്യക്ഷത്തിൽ ഒരു മാറ്റങ്ങളും ഇല്ലാത്ത ചാനൽ റേറ്റിംഗ്സ് ആണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. GEC എൻ്റെ ചാനൽസിൽ എന്ന പോലെ തന്നെ സ്റ്റഡി ആയിട്ട് ഒരു മാറ്റം, വലിയ പറയത്തക്ക മാറ്റങ്ങളോ അല്ലെങ്കിൽ പ്രത്യേകതയോ ഒന്നുമില്ലാത്ത വ്യൂവേഴ്സ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയം അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണുന്നുള്ളത്. നമ്മൾ റേറ്റിംഗ് എടുത്ത് പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെയാണ് നമ്പർ 1 ആയിട്ട് നിൽക്കുന്നത്. കുറച്ചൊരു ഗ്രോത്ത് ഉണ്ട് കഴിഞ്ഞ ആഴ്ചത്തേക്കാട്ടും. വീക്ക് 53 ഒരു ചെറിയൊരു ഗ്രോത്തിൽ അവർ 1.2 ഗ്രോത്ത് ഉണ്ട് അവർക്ക്. 87.2 ആണ് ഏഷ്യാനെറ്റ് ന്യൂസ് ഗെയിൻ ചെയ്തിരിക്കുന്നത്. താഴെ റിപ്പോർട്ടർ, പണ്ടൊക്കെ നമുക്ക് തൊട്ട് താഴെ എന്ന് പറയാൻ പറ്റുമായിരുന്നു, പക്ഷേ ഇപ്പോൾ തൊട്ട് താഴെയല്ല, കുറച്ച് താഴെയാണ്. അവർക്കും ഗ്രോത്ത് ഉണ്ട് 2.14. കമ്പാരിറ്റീവ്ലി മറ്റുള്ള ചാനൽസിൻ്റെ ഗ്രോത്ത് നോക്കിക്കഴിഞ്ഞാൽ റിപ്പോർട്ടറിലാണ് കുറച്ചും കൂടി ഗ്രോത്ത് ഉള്ളത്. പക്ഷേ കമ്പാരിറ്റീവ്ലി നമുക്ക് അങ്ങനെ ഒരു സ്ട്രോങ് പൊസിഷനാണ് അല്ലെങ്കിൽ സേഫ് പൊസിഷനാണ് റിപ്പോർട്ടർ എന്ന് പറയാറുള്ള ഒരു സമയമായിട്ടില്ല. അതിനുള്ള തുടക്കം 2025 തുടക്കം ഒരു തണുപ്പൻ തുടക്കമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. റിപ്പോർട്ടർ ലഭിച്ചിരിക്കുന്നത് 63.4 ദെൻ തേർഡ് പൊസിഷൻ 24 ന്യൂസ്. 24 ന്യൂസ് പറയത്തക്ക ഗ്രോത്ത് ഇല്ല, ഒരു ചെറിയ വളരെ ദശാംശം കഴിഞ്ഞ ആഴ്ചയിലേക്കാട്ടും ഡ്രോപ്പാണ് ഉള്ളത്. 58.97 59 പോയിന്റ് അതാണ് 24 ന്യൂസിനുള്ളത്. ആൻഡ് ഫോർത്ത് പൊസിഷൻ വീണ്ടും മനോരമ. കഴിഞ്ഞ 3 ആഴ്ച മാതൃഭൂമി ഒരു ചെറിയ ദശാംശത്തിന് മുന്നിലായിരുന്നെങ്കിൽ ഇന്ന് അതേ നാണയത്തിൽ അതേ ദശാംശത്തിൻ്റെ മുന്നിൽ മനോരമ വീണ്ടും ഫോർത്ത് പൊസിഷൻ കിട്ടിയിട്ടുണ്ട്. മനോരമയ്ക്ക് കിട്ടിയിരിക്കുന്നത് 34.22. ദെൻ ഫിഫ്ത്ത് പൊസിഷൻ മാതൃഭൂമി 34.12. ഈ ഒരു ചേഞ്ച് നെക്ക് ടു നെക്ക് എന്ന് അതിനെക്കാട്ടും കുറച്ചും കൂടി ക്ലോസ് ആയിട്ട് എന്തെങ്കിലും പറയാൻ ഒരു വീട് ഉണ്ടെങ്കിൽ അതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം ഇതൊരു ചേഞ്ചായിട്ട് കണക്കാക്കാൻ പറ്റില്ല, ഈക്വലായിട്ട് കണക്കാക്കാൻ പറ്റും. ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ഒരു ദശാംശം റേറ്റിങ്ങിൻ്റെ ചേഞ്ചേ ഉള്ളൂ. ഒരിക്കലും അത് എടുത്തു പറയത്തക്ക ഒരു പ്രത്യേകതയല്ല. ഒന്നാമതായി രണ്ടുപേരും ഒരേ സ്ഥാനത്ത് നിന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. ദെൻ സിക്സ്ത് പൊസിഷൻ നിൽക്കുന്നത് ജനം, നോർമലി 18.85. ദെൻ സെവൻത്ത് പൊസിഷൻ കൈരളി 14.31. എട്ടാമത്തെ പൊസിഷൻ നിൽക്കുന്നത് ന്യൂസ് 18ക്ക് കിട്ടിയിരിക്കുന്നത് 13.86. ആൻഡ് മീഡിയ 1 7.66. അതൊക്കെ വളരെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുക, ഒരു ഗ്രോത്ത് ഇല്ല. പൊതുവേ 2025 വിലയിരുത്തുമ്പോൾ, ആദ്യ ആഴ്ച വിലയിരുത്തുമ്പോൾ പറയത്തക്ക ചേഞ്ചും അല്ലെങ്കിൽ ഒരു ഗ്രോത്തും ഒന്നും കാണുന്നില്ല. ഒരു ന്യൂ ഇയറിൻ്റെ ഒരു റിഫ്രഷ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പുതുമയുള്ള ഒരു കണ്ടന്റുകളും തോന്നിച്ചില്ല. മാത്രമല്ല എനിക്ക് തോന്നുന്നു ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് ന്യൂസ് ചാനൽസിന് പ്രേക്ഷകരെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഉള്ള പ്രേക്ഷകരെ അവർ സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി പെടാപ്പാട് വിടുന്നുണ്ട്. സത്യത്തിൽ പല രീതിയിലും പലപ്പോഴും അവർ പൊട്ടിക്കുന്ന പടക്കങ്ങൾ അല്ലെങ്കിൽ വെടിക്കോപ്പ് എന്ന പോലെ കാണിക്കുന്ന പടക്കങ്ങൾ നനഞ്ഞ പടക്കങ്ങളായിട്ട് ചീറ്റിപ്പോകുന്ന കാഴ്ചകൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ കണ്ടിട്ടുണ്ട്. പല കാര്യങ്ങളിലും അനാവശ്യമായിട്ടുള്ള ഒരു ഇടപെടൽ മൂലം അത് പ്രത്യക്ഷത്തിൽ ഒരു ചലനവും സൃഷ്ടിക്കാതെ ഒരുപക്ഷെ പ്രേക്ഷകരിൽ കുറച്ചൊരു ഡിസ്റ്റൻസ് ചാനലിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഉണ്ട് എന്ന് വേണം പറയാനായിട്ട്. കാരണം എല്ലാവരും പുതിയ വർഷത്തിൻ്റെ ഓട്ടത്തിലൊക്കെ നിൽക്കുമ്പോൾ ഇത്തരം പഴയ ന്യൂസുകൾക്ക് അല്ലെങ്കിൽ ഇവർ പുതിയതാക്കാൻ ശ്രമിക്കുമ്പോൾ പോലും അതിലൊക്കെ അവർ പാളി പോകുന്നുണ്ട്. അതിനൊരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ആക്ഷൻ പ്ലാൻ ന്യൂസ് ചാനലുകാർ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം വെച്ചാലും അത് ചെയ്തില്ല എങ്കിൽ വീണ്ടും നമുക്ക് പ്രേക്ഷകരെ നഷ്ടപ്പെട്ടു എന്ന് വരാം. ഈ പ്രേക്ഷകരെ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമുക്ക് മറ്റൊരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ മാർക്കറ്റിൽ അതിൻ്റെ റവന്യൂവിനെ അത് റിഫ്ലക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ജനുവരി ഫെബ്രുവരി വളരെ ക്രൂഷ്യലായിട്ടുള്ള മന്താണ്. ഡിസംബർ ജനുവരി ഫെബ്രുവരി. കാരണം വെച്ചാൽ മാർച്ച് ഏപ്രിൽ ആകുമ്പോഴത്തേക്കും ഓൾറെഡി ഇപ്പോൾ ജനുവരി തൊട്ട് തന്നെ മാർക്കറ്റിംഗ് പ്ലാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അവിടെ വരുമ്പോഴത്തേക്കും ഏപ്രിലിൽ ഉള്ള റേറ്റിംഗ് Q1 വരുമ്പോഴത്തേക്കും എന്തായിരിക്കും അവരുടെ പുതിയ താരിഫ് വരുന്നത്, പുതിയ കണ്ടന്റ് എന്താണ് വരേണ്ടത്, ഒന്നും പ്രത്യക്ഷത്തിൽ മാർക്കറ്റിൽ ഒരു വേവും കാണുന്നില്ല. കാരണം എല്ലാ ചാനൽസിൻ്റെയും ബ്രോഷേഴ്സും ബാക്കിയുള്ള മാർക്കറ്റ് ഫീഡ്ബാക്ക് എടുക്കുമ്പോൾ പോലും പ്രത്യക്ഷത്തിൽ അവരൊരു വലിയൊരു തയ്യാറെടുപ്പ് നടത്തുന്നതായിട്ട് കണ്ടിട്ടില്ല. അതെന്താവുന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. പക്ഷേ ഞാൻ ആ ഒരു കാര്യത്തിൽ കുറച്ചൊരു പെസിമിസ്റ്റായിട്ട് അത് ഫീൽ ചെയ്യുന്നത്. കാരണം 2025 വലിയ അത്ഭുതങ്ങൾ ന്യൂസ് ഹാപ്പനിങ്സ് സംഭവിച്ചില്ല എങ്കിൽ
നോർമൽ പൊളിറ്റിക്സ് അല്ലാത്ത രീതിയിലുള്ള ന്യൂസ് ഹാപ്പണിങ്സ് സംഭവിച്ചില്ല എങ്കിൽ ഈ റേറ്റിനെക്കാട്ടും താഴെ ആദ്യകാലത്തെ റേറ്റിംഗ് പോലെ ഒരു 60, 70, 75 റേഞ്ചിലൊക്കെ ചാനൽസ് ലോക്കായി പോകാൻ സാധ്യതയുണ്ട്. ഇതിൽ പിന്നെ പ്രത്യക്ഷത്തിൽ പറയേണ്ട വേറൊരു കാര്യം, ഏഷ്യാനെറ്റും റിപ്പോർട്ടറും തമ്മിലുള്ള വ്യത്യാസം, ആ ഡിസ്റ്റൻസ് വീണ്ടും പഴയ പോലെ തന്നെ 23 പോയിന്റോളം, 23.8 ഡിഫറൻസ് ഉണ്ട്. ഏഷ്യാനെറ്റ് കുറച്ചും കൂടി അത്രയും പോയിന്റിന് മുമ്പിലാണ്. വീണ്ടും ലീഡറായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. റിപ്പോർട്ടർ പഠിച്ച പണി 18 നോക്കിയിട്ടും അവർക്ക് എത്താൻ പറ്റിയിട്ടില്ല. ഒരു വേള എത്തുമെന്ന് നമ്മൾ പ്രത്യാശിച്ചിരുന്നു എങ്കിൽ പോലും അതിലേക്ക് എത്തിയില്ല. എന്താണെന്ന് അറിയില്ല, പല കാര്യങ്ങളും പറയാൻ പറ്റുമായിരിക്കും, അതിപ്പോൾ നമ്മളിവിടെ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട കാര്യമില്ല. ദെൻ റിപ്പോർട്ടറും 24 തമ്മിൽ 4.43 കഴിഞ്ഞ ആഴ്ചത്തേക്കാണ് കുറച്ചും കൂടി ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ റിപ്പോർട്ടർ കിട്ടിയ 2 പോയിന്റോളം കൂടുതൽ കിട്ടിയിരിക്കുന്നത് ഏത് പോയിന്റിലാണെന്നുള്ളത് ഞാൻ പറയുന്നില്ല, എങ്കിൽ പോലും ആ ഒരു ഗ്രോത്ത് അവർക്ക് ആ ഡിസ്റ്റൻസ് വന്നിട്ടുണ്ട്. ആൻഡ് ഏഷ്യാനെറ്റും 24 തമ്മിലുള്ള ഡിസ്റ്റൻസ് കഴിഞ്ഞ തവണത്തെക്കാട്ടും കുറച്ചുകൂടി കൂടുതലാണ്. 28.23 ഡിസ്റ്റൻസ് അവർ തമ്മിലുണ്ട്. ഇതാണ് ന്യൂസ് ചാനൽസിൻ്റെ ഒരു വീക്ക് 1 ഒരു എന്താ പറയുക, ഇതൊരു ടെസ്റ്റ് ക്രിക്കറ്റ് പോലെയാണ്, വളരെ സ്ലോ പേസിലാണ് തുടങ്ങിയിട്ടുള്ളത്. ഒരു നമ്മളെ ഇംപ്രസ് ചെയ്യിപ്പിക്കുന്ന അല്ലെങ്കിൽ ത്രസിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ്സ് ഒരു ചാനലിലും കണ്ടില്ല. മാത്രമല്ല, ഇപ്പോൾ ചാനൽ തുറന്നു നോക്കിയാൽ നമുക്ക് കാണുന്ന വളരെ ഇംപ്രസീവായിട്ടുള്ള വാർത്താവതരണം ഒന്നും തോന്നുന്നില്ല. പഠിപ്പിക്കുന്ന വാർത്താവതരണങ്ങളും പറഞ്ഞ് തന്നെ വീണ്ടും പറഞ്ഞ് ആൾക്കാരെ വെറുപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വാർത്താവതരണം നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല. ചാനൽ ഒന്നില്ലെങ്കിൽ സർഫ് ചെയ്യും, അല്ലെങ്കിൽ അടുത്ത ചാനലിലേക്ക് മാറും, അതല്ലെങ്കിൽ ഏതെങ്കിലും മൂവി ചാനലിലോ അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് ചാനലിലോ സ്റ്റിക്ക് ഓൺ ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രവണതയാണ് ഇപ്പോൾ ജനറലി കണ്ടുവരുന്നത്. ദെൻ നമ്മൾ GEC സെക്ടറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ GEC സെക്ടറിൽ 2+ മാത്രമേ ഞാൻ ഇപ്രാവശ്യം പറയുന്നുള്ളൂ. ഓൾ കേരള 2+ നോക്കിക്കഴിഞ്ഞാൽ ഏഷ്യാനെറ്റ് തന്നെ നമ്പർ 1. വ്യത്യസ്തമായി ചേഞ്ചോ അല്ലെങ്കിൽ എടുത്തു പറയത്തക്ക ചേഞ്ച് ഒന്നുമില്ല. 713.23. ആൻഡ് സെക്കൻഡ് പൊസിഷൻ മഴവിൽ മനോരമ 177.35. ആൻഡ് തേർഡ് പൊസിഷൻ സി കേരളം 176.86. സിയും മഴവിലും തമ്മിൽ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഗ്യാപ്പേ ഉള്ളൂ. അത് അവർ അങ്ങോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എപ്പോഴും. ആൻഡ് ഫോർത്ത് പൊസിഷൻ ഫ്ലവേഴ്സ് 173.51. തൊട്ട് പിന്നിൽ തന്നെയുണ്ട്, തേർഡിൻ്റെ തൊട്ട് പിന്നിൽ തന്നെ ഫ്ലവേഴ്സ് വന്ന് നിൽക്കുന്നുണ്ട് ഇപ്പം. ആൻഡ് സൂര്യ TV 150.74. GEC സെക്ടറിൽ പറയത്തക്ക ഡിസ്കഷനിൽ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല, കാരണം അതിൻ്റെ ആവശ്യമില്ല പലപ്പോഴും. കാരണം സീരിയൽസ് ആണെങ്കിലും പുതിയ പ്രോജക്റ്റുകളാണെങ്കിലും എല്ലാം ആസ് യൂഷ്വൽ സെയിം റേറ്റിംഗ്. 3 പോയിന്റിൽ തുടങ്ങിയ സീരിയൽ 100 എപ്പിസോഡ് കഴിഞ്ഞാൽ 3 പോയിന്റ് തന്നെ ഗെയിൻ ചെയ്യുന്നൊരു ട്രെൻഡാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കോമ്പറ്റീഷൻ വലിയ രീതിയിൽ ഫീൽ ചെയ്യാത്ത ഒരു ഏരിയയായിട്ട് മാറി GEC സെക്ടർ. ഇനി പുതിയ പ്ലെയേഴ്സ് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഉള്ള പ്ലെയേഴ്സിൻ്റെ ലേ ഔട്ടിങ്ങോ അല്ലെങ്കിൽ അവരെ കണ്ടന്റ് പ്ലാനിങ്ങിലോ ഒക്കെ ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് വരുത്തുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ കോമ്പറ്റീഷനിൽ ഒരു ചേഞ്ച് വന്നേക്കാം. കാരണം എനിക്ക് പലപ്പോഴും തോന്നുന്നത് ചാനൽസ് കാണുമ്പോൾ അവർക്ക് ഇത്തരം കോമ്പറ്റീഷനോടൊരു താല്പര്യമില്ല. കാരണം റവന്യൂ മാത്രം നിൽക്കുന്നു, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു സെർട്ടൻ ഫിക്സഡ് റവന്യൂ അവർക്ക് കിട്ടുന്നതിൻ്റെ പേരിൽ അവരൊക്കെ അതിൽ ഹാപ്പിയാണ്. അത് എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് കണ്ടന്റിൽ കൂടെയല്ല, അല്ലാത്ത രീതിയിലുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി വെച്ചിട്ടാണ് പലപ്പോഴും അത് കൂട്ടുന്നതെന്ന് തോന്നുന്നു. അത് പൂർണ്ണമായി ശരിയായി കൊള്ളുന്നില്ല, എങ്കിലും നമ്മൾ പുറമേ നിന്ന് ഒരു തേർഡ് പേഴ്സണായിട്ട് നോക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു ഫീൽ അതാണ്. കാരണം വേറൊരു ചേഞ്ചുകൾ കാണുന്നില്ല അതിനുള്ളിൽ. ഇതാണ് ഈ ആഴ്ചയിലത്തെ മെയിനായിട്ടുള്ള ഒരു അവലോകനം. ഇതിലൊരു മിസ്റ്റേക്കോ അല്ലെങ്കിൽ വേറെ മെറിറ്റോ ഡിമെറിറ്റോ നമ്മൾ കൂടുതൽ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നില്ല. എങ്കിലും അടുത്ത ആഴ്ച വീക്ക് 2 വലിയ ചേഞ്ചസ് വരാൻ സാധ്യതയില്ല. ഈ ഒരു റേഞ്ചിൽ തന്നെ പോകുന്നുണ്ട്. അതിൻ്റെ പേരിൽ ഒരു ഫിഗർ ഞാൻ ഫോർകാസ്റ്റ് ചെയ്യുന്നില്ല, കാരണം വെച്ചാൽ അതിന് വലിയ അർത്ഥമില്ല. കാരണം ഒരേപോലെ പോകുന്നതിൽ നമുക്കൊരു ടൈറ്റ് കോമ്പറ്റീഷൻ നമുക്ക് ഫീൽ ചെയ്യാത്തടത്തോളം കാലം നമുക്ക് പറയുന്നതിൽ വലിയ അർത്ഥമില്ല. അതുകൊണ്ട് നമ്മൾ വീക്ക് 1 അനലിസിംഗ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വീക്ക് 2 നെക്സ്റ്റ് വീക്കിൽ എന്തായിരിക്കും പുതിയ സംഭവവികാസങ്ങളെന്ന് എനിക്ക് തീരെ പ്രതീക്ഷയില്ല എന്തെങ്കിലും സംഭവിക്കുന്നുള്ള കാര്യത്തിൽ. എങ്കിൽ പോലും ഒരു ചെറിയ വേരിയേഷൻസ് അവിടെ ഇവിടെയൊക്കെ സംഭവിച്ചേക്കാം. നോർമലി ഈ കാലാവസ്ഥ പറയുന്ന മാതിരി മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ടെന്ന് പറയുന്ന പോലെ തന്നെ ചെറിയ വേരിയേഷൻസ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും അതുവരെ നമുക്ക് കാത്തിരിക്കാം. ഗുഡ് ബൈ.